നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. ഒരു കാലത്ത് മലയാളികൾക്കേറെ ഇഷ്ടപ്പെട്ട താരജോഡിയായിരുന്നു ദിലീപും മഞ്ജു വാര്യരും. വിവാഹശേഷം മഞ്ജു വാര്യർ സിനിമയിൽ നിന്നും മാറി നിന്നു. മീനാക്ഷി എന്ന മകളും ഇരുവർക്കും പിറന്നു. 1998 മഞ്ജു വാര്യർ ദിലീപ് വിവാഹം നടന്നത്. അന്ന് ചടങ്ങുകൾക്കെല്ലാം നേതൃത്വം നൽകി ദിലീപ് മഞ്ജു ജോഡിക്കൊപ്പം നിന്നത് സുഹൃത്തുക്കളും ചുരുക്കം ചില കുടുംബാംഗങ്ങളും മാത്രമാണ്. ആഡംബരം നിറഞ്ഞ താലികെട്ട് അല്ലാതിരുന്നതിനാൽ ഇവരുടെ വിവാഹ നേരത്ത് പകർത്തിയ ചിത്രങ്ങൾ ചുരുക്കമാണ്. ഇപ്പോഴത്തെ ദിലീപ് മഞ്ജു ജോഡിയുടെ വിവാഹ സമയത്തുള്ള ഒരു പഴയ ഫോട്ടോയും അതുമായി ബന്ധപ്പെട്ടുള്ള ഓർമ്മകളും പങ്കിട്ടെത്തിയിരിക്കുകയാണ് നടനും മിമിക്രി കലാകാരനുമായ കണ്ണൻ സാഗർ. ആലുവയിൽ അതീവ രഹസ്യമായി നടന്ന വിവാഹം തങ്ങൾ എങ്ങനെ അറിഞ്ഞുവെന്നതും ഫോട്ടോയ്ക്കൊപ്പം സോഷ്യൽ മീഡിയയിൽ പങ്കിട്ട കുറിപ്പിൽ കണ്ണൻ സാഗർ വിവരിച്ചു. ആലുവ ടാസ് ഓഡിറ്റോറിയത്തിൽ സ്റ്റേജ് ഷോകളിൽ ഒരു പുതിയ അധ്യായത്തിന് തിരിതെളിച്ചു. അവേ ഷൺമുഖൻ എന്ന കോമഡി ഡ്രാമ കൊച്ചിൻ സാഗറിന്റെ ബാനറിൽ റിഹേഴ്സൽ ക്യാമ്പ് നടക്കുന്ന സമയം ഒരു ദിനം രാവിലെ ഓഡിറ്റോറിയത്തിന് കുറച്ചു മാറിയുള്ള ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ ഒരു വിവാഹം നടക്കുന്നു. ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. ആരുടെ കല്യാണമാണ് അവിടെ എന്നറിയാനുള്ള ആകാംക്ഷ കൂടി. ഇടുക്കി രാജൻ മാഷ്, കലാഭവൻ രാജൻ ഇടുക്കി ഒരുങ്ങുന്നു. എന്റെ ഓർമ്മയിൽ രാവിലെ 7 മണിക്ക് മുൻപാണ് ഒരുക്കം. എന്താ മാഷേ, എങ്ങോട്ടാ രാവിലെ എന്ന് ഞാൻ ചോദിച്ചു. നീ ആരോടും പറയേണ്ട, ദിലീപിന്റെ കല്യാണം നടക്കുന്നു, അതീവ രഹസ്യമാണ്, അബിയോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ഞങ്ങൾ ഒന്നിച്ച് സഹകരിച്ചത് വരാം. അറിഞ്ഞ സ്ഥിതിക്ക് അവിടെ വരെ പോകുക. ആളും പേരും ഒക്കെ കുറവായിരിക്കും, പത്രക്കാർ പോലും അറിഞ്ഞിട്ടില്ല. എനിക്കും കൗതുകം കൂടി, ആരായിരിക്കും വധു? അപ്പോഴാണ് മാഷ് പറഞ്ഞത് സലാപത്തിലെ നായിക മഞ്ജു വാര്യരാണ് വധുവെന്ന്. ഞാനും ഞെട്ടി. ധൃതിയിൽ മാഷ് നടന്നുപോയി. രാത്രി മുഴുവൻ റിഹേഴ്സൽ കഴിഞ്ഞ് ക്ഷീണിച്ചിരുന്നു. എഴുന്നേറ്റ ഉടനെയാണ് ഇതൊക്കെ നടക്കുന്നത്. മാഷേ, ഞാനും വരട്ടെ എന്ന് ചോദിച്ചാൽ ചെല്ലാൻ പറയും. പക്ഷേ ഞാൻ ഒന്നേ എന്ന് തുടങ്ങണം, ഒരുങ്ങണം. അപ്പോഴേക്കും കല്യാണം കഴിച്ചവർ ദൂരങ്ങൾ താണ്ടിയിരിക്കും. മാഷ് വന്ന് കല്യാണ വിശേഷങ്ങൾ പറഞ്ഞു. 10 പേരിൽ താഴെ ആളുകൾ ഉണ്ടായിരുന്നുള്ളൂ. നാദൃശ ഉണ്ടായിരുന്നു. പിന്നെ ദിലീപിന്റെ അടുത്ത സുഹൃത്തുക്കൾ ആരൊക്കെയോ വന്നിരുന്നു. ക്ഷേത്രനടയിൽ താലികെട്ടി അന്നേരമേ അവർ അവിടുന്ന് പോയി. ഞാൻ പോരുമ്പോൾ പത്രക്കാര് കേട്ടറിഞ്ഞ് വന്നുകൊണ്ടിരിക്കുന്നു. പോകാഞ്ഞതിൽ എനിക്ക് നിരാശ തോന്നി. നേരത്തെ അറിഞ്ഞിരുന്നുവെങ്കിൽ പോകാമായിരുന്നു. അബീക്കയുടെ വീട്ടിൽ അന്ന് പ്രോഗ്രാമിന് പോകാൻ എല്ലാവരും ഒത്തുകൂടിയ സമയം ഒരു കാറ് വന്നു നിന്നു. അതിൽ നിന്നും ആ വധുവരന്മാർ ഇറങ്ങി വന്നു. അത്ഭുതവും ആവേശവും അലയടിച്ച നിമിഷം. കുറെ നേരം അവിടെ ചിലവഴിച്ചു. ചായയും കുടിച്ചു. ദിലീപേട്ടനും മഞ്ജു ചേച്ചിയും ഞങ്ങൾക്ക് ആശംസകൾ നേർന്നു കൊണ്ടുപോയി. അപ്പോഴും പത്രങ്ങളിൽ ഈ ദമ്പതികളെ കുറിച്ച് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു. ആ നിമിഷം പകർത്തിയ ഫോട്ടോയാണിത്. ദിലീപേട്ടനെ പിടിച്ചുകൊണ്ട് നിൽക്കുന്നതാണ് ഞാൻ. ഒരു സിനിമാ താരത്തെ തൊടുവാൻ കിട്ടിയ അവസരം ഞാൻ വിട്ടില്ല. അങ്ങ് പുറകിൽ നിൽക്കുന്ന ഞങ്ങളുടെ സൗണ്ട് എഞ്ചിനീയർ റോയ്മോൻ പാലായുടെ കയ്യിൽ ഇരിക്കുന്ന ആ കുഞ്ഞാണ് മലയാള സിനിമയുടെ യുവതാരം അബീക്കയുടെ ഓമനപുത്രൻ ഷെയ്ൻ നിഗം. ഞങ്ങൾ നിലം തൊടാതെ താലോലിക്കുന്ന ചാനുക്കുട്ടൻ. കാലങ്ങൾക്കിപ്പുറവും ഓർമ്മകൾ പങ്കുവയ്ക്കാൻ ഒരു ഫോട്ടോ യാദൃശികമായി കിട്ടി. വെറും കഥകളല്ല, യാഥാർത്ഥ്യങ്ങളുടെ കയ്യൊപ്പുകളാണ്. തെളിവോടെ കുറിക്കാൻ കിട്ടിയ ചിത്രങ്ങളാണ്. ചിത്രത്തിന് മിഴിവ് അല്പം കുറഞ്ഞാലും എന്റെ കലാചരിത്രത്തിന് പറയാൻ ഇത് ധാരാളം എന്നാണ് ദിലീപ് മഞ്ജു വിവാഹത്തിൽ നിന്നുള്ള ഓർമ്മകൾ പങ്കിട്ട് കണ്ണൻ സാഗർ കുറിച്ചത്. ദിലീപിനും സിനിമയിലേക്കുള്ള വഴികാട്ടിയത് മിമിക്രിയും സ്റ്റേജ് ഷോകളും തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ അത്തരം കലാകാരന്മാരെ തനിക്കൊപ്പം വളർത്തിക്കൊണ്ടുവരാൻ എപ്പോഴും ദിലീപ് ശ്രമിക്കാറുണ്ട്. You're watching me on metromatney.com. On metromatney.com. Metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.